ഒരു ഹദീസ് പറയട്ടെ, അള്ളാഹു എന്തിനാണ് ഈ സഹനം നൽകുന്നത്? അള്ളാഹു നമ്മളെ പേടിച്ചിട്ടല്ല. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു ഹദീസുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഖാല, അള്ളാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ. ദീർഘമായ ഹദീസാണ്. ഞാൻ എനിക്ക് ദുൽമ ഹറാമാക്കിയിട്ടുണ്ട്, ഞാൻ ആരെയും ആക്രമിക്കൂല, നിങ്ങളും ആരെയും ആക്രമിക്കരുതേ മനുഷ്യരെ. യാ ഇബാദി, ആരോടും ദുൽമ ചെയ്യരുതേ. അതിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനമുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇനി കേൾക്കണം. ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും, നിങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയവരും ഇനി വരാനിരിക്കുന്നവരും, വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങൾ മനുഷ്യർ മുഴുവനും ഭൂതവർഗം മുഴുവനും, കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിലെ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ്റെ ഹൃദയം പോലെ, അത്ഖാ, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ഒരാൾ, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിക്കുക. ആ മനുഷ്യൻ്റെ ഹൃദയം പോലെ നിങ്ങളെല്ലാവരും നന്നായി എന്നിരിക്കട്ടെ. ആരൊക്കെ? കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരും മനുഷ്യരും ജിന്നുകളൊക്കെ, വണ്ടർഫുൾ പീപ്പിൾ, എല്ലാവരും വളരെ റൈറ്റിയസ് ആൻഡ് പയസ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരായിട്ട് ജീവിക്കുകയാണ് എല്ലാവരും. ഒരു കുരുത്തക്കേടും ആരുടെ കയ്യിലുമില്ല എന്നിരിക്കട്ടെ. അള്ളാഹു പറയാം, മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, എൻ്റെ അധികാരത്തിൽ ഒരു അണുവോളം എൻ്റെ അധികാരം കൂട്ടിത്തരാൻ ഇവരെ കൊണ്ടൊന്നും കഴിയില്ല. അതുകൊണ്ടൊന്നും എൻ്റെ അധികാരം കൂടേണ്ടതില്ല, കൂടുന്നുമില്ല. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും, നിങ്ങളിൽ മുൻകഴിഞ്ഞു പോയവരും ഇനി വരാനിരിക്കുന്നവരും, വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും ഭൂതങ്ങളും, കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദ്, നിങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയം പോലെ നിങ്ങളെല്ലാവരും മോശപ്പെട്ടവരായി എന്ന് വിചാരിക്കട്ടെ. മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ, എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നുമേ അത് കുറക്കുന്നുമില്ല. നിങ്ങൾ നന്നായതുകൊണ്ട് എനിക്ക് ഉപകാരമില്ല, നിങ്ങൾ മോശപ്പെട്ടത് കൊണ്ട് എനിക്കൊരു നഷ്ടവും വരാനില്ല. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളെല്ലാവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരും നിങ്ങളിലെ മനുഷ്യരും ഭൂതങ്ങളുമൊക്കെ, ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, ഒരേ ഒരു സ്ഥലത്ത് നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടി എന്നിരിക്കട്ടെ. ബില്യൺ കണക്കിന് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളെല്ലാവരും വന്നിട്ട്, ഫസഅലൂനി, നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു അവരുടെ ആവശ്യങ്ങൾ. ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ചോദിച്ചവർക്ക് മുഴുവൻ അവർ ചോദിച്ചത് മുഴുവൻ ഞാൻ അങ്ങ് കൊടുത്തു എന്നിരിക്കട്ടെ. മാ നഖസ ദാലിക മിമ്മാ ഇൻദി, എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുന്നില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, സമുദ്രം, കടലിലൊരു സൂചി മുക്കിയെടുത്താൽ ആ സൂചിയുടെ ദോരത്തിലുണ്ടാകാനിടയുള്ള നനവുണ്ടല്ലോ, ആ നനവോളമേ എൻ്റെ ഖജനാവിൽ നിന്ന് അത് കുറയുന്നുള്ളൂ. അതും കുറവായിട്ടല്ല. അതിലിപ്പോൾ എന്ത് നനവാ? ഒരു സൂചിയുടെ ദ്വാരം. നിങ്ങളെല്ലാവരും ചോദിച്ചതും മുഴുവൻ ഞാനങ്ങ് തന്നൂന്നിരിക്കട്ടെ. ഇതാണ് അള്ളാഹു അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അള്ളാഹുണ്ട്, പടച്ചവനുണ്ട് എന്ന് മനസ്സിലാക്കൽ മാത്രമല്ല തൗഹീദ്. അള്ളാഹിൻ്റെ ഇസ്മിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് അള്ളാഹു ആരാണെന്ന് മനസ്സിലാവുള്ളൂ. അള്ളാഹു ഹലീമാണ്. വഖാല മൂസാ ഇൻ തക്ഫുറൂ അൻതും വമൻ ഫിൽ അർളി ജമീഅ, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും അള്ളാഹുവിനെ നിഷേധിച്ചു എന്നിരിക്കട്ടെ, ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അള്ളാഹുവിന് നിങ്ങളുടെയൊന്നും ഓശാനം പറയലിൻ്റെ ആവശ്യമില്ല. നിരീശ്വരവാദികൾ പറയില്ലേ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇങ്ങനെ വലിയവനാന്ന് പറയുമ്പോൾ അള്ളാഹുക്കൊരു സുഖം കിട്ടുകയാണ്. പഠിക്കാത്തതുകൊണ്ട് പറയണം.
അള്ളാഹു ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. അതിനെന്താ കുഴപ്പം? നിങ്ങൾ മാനേജർമാർ നിങ്ങളെ കൊണ്ട് മൂക്കൊണ്ട് ഷാ വരപ്പിപ്പിക്കണില്ലേ? അത്രയൊന്നുമില്ലല്ലോ. 5 നേരം നിസ്കരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടും അതൊന്നും തിരിയാത്തത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നൊരു പെണ്ണ് പറയുന്നുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ചോരത്തിളപ്പിൻ്റെ ഒരു സമയം കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞോളും ഇൻഷാ അള്ളാഹ്. ഉമ്മയും വാപ്പയും നമുക്ക് അള്ളാഹു നൽകിയത് നമുക്ക് ഒരു കുടുംബം മനസ്സിലാക്കാനും അവരുടെ സ്നേഹം മനസ്സിലാക്കാനൊക്കെ നല്ലതാണ്. അതോടൊപ്പം ഉമ്മയെ വാപ്പയെ സൃഷ്ടിച്ചതിൽ അള്ളാഹുവിൻ്റെ കരുണ അതിനുള്ളിലുണ്ടെന്ന് മഹാന്മാർ പറയാം. ഒരു ഉമ്മാക്കും വാപ്പാക്കും അവരുടെ മക്കളോടുള്ള സ്നേഹമല്ലേ. കുഞ്ഞിനൊരു വേദന വന്നാൽ അന്ന് രാത്രി ഉമ്മാക്ക് ഉറക്കമുണ്ടാവില്ല. ഇടക്കിടക്ക് ഉണരും. കുട്ടിക്ക് എന്തെങ്കിലും കുട്ടീൻ്റെ ആ കൈ മുറിഞ്ഞു കിടക്കുക, കുട്ടി അതിൻ്റെ മീതെ മലർന്ന് കിടന്നിട്ടുണ്ടോ, കുട്ടിയുടെ വിരൽ മുറിഞ്ഞു പോകുമോ, കുട്ടീൻ്റെ മുറിവിൻ്റെ മേൽ കൈവച്ചിട്ടുണ്ടോ, കുട്ടിയുടെ കാലെങ്ങോട്ടാ, ഉമ്മാക്ക് ഉറക്കില്ല. ഉമ്മ ചിലപ്പോൾ അടിക്കുന്നുണ്ടാവും, ശാസിക്കുന്നുണ്ടാവും, പക്ഷേ ആ കുഞ്ഞിനോടൊരു സ്നേഹമുണ്ട്. അള്ളാഹു ഹലീമാണെന്ന് നമ്മുടെ കൺമുമ്പിൽ 2 മനുഷ്യർക്ക് അവരുടെ ഹൃദയം ഇങ്ങനെയാണെങ്കിൽ ഉപ്പയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹം മക്കളോടുണ്ടാകുന്നൊരു എന്തെന്നില്ലാത്തൊരു ഒരു 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 ബന്ധമുണ്ട്. ആ ബന്ധമുണ്ടാകുമ്പോഴാണ് വാപ്പയാകുന്നത്, ഉമ്മയാകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ലേ എന്ന് മഹാന്മാർ പറയും. ഇതിന് ഉദാഹരണം പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കന്നുകാലികൾ. ഒരാടിൻ്റെ മാംസം നമ്മൾ കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ കീറി നോക്കൽ ഡോക്ടർമാർക്ക് കഴിയും അല്ലേ? അവർ പഠിക്കുന്നുണ്ട്. എന്താണ് ഹാർട്ട്, എവിടെയാണ് ഹാർട്ട്, എവിടെയാണ് ലിവർ, എന്താണ് ബ്ലാഡർ, എന്താ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ചെറുകുടലും വൻകുടലും എങ്ങനെയാണ്, തലച്ചോറ് എങ്ങനെയാണ്. ഒരാടിൻ്റെ ശരീരം ഒരു മനുഷ്യ ശരീരം പോലെ അതിൻ്റെ ഉള്ളിൽ അല്ലാഹു വെച്ചത് ഒരുപോലെയാണെന്നാണ്. അപ്പോൾ കൽബ് കാണാൻ കഴിയില്ല, പക്ഷെ ആടിൻ്റെത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പടച്ചോനെ, ഇതൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടല്ലേ. ബ്ലാഡർ, അതിൻ്റെ കുഴലുകൾ, അതിൻ്റെ ലിവർ, അതിൻ്റെ പാൻക്രിയാസ്, അതിൻ്റെ കിഡ്നി, ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ശരിക്കും ആട് കാണുമ്പോൾ അതിൻ്റെ മാംസം തിന്നുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാതെ പടച്ചവനെ ഇതിനുള്ളിൽ കിടക്കുന്ന അതിസങ്കീർണമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് നമ്മൾ ആലോചിച്ച് നോക്കിയോ? നമ്മുടെ ശരീരം പോലോത്തതാ ഒരാടിൻ്റെ ശരീരത്തിൽ പശു ഒരു കന്നുകാലിക്കോ ആടിനോ പശുവിനോ കാളക്കോ എന്തോ ആകട്ടെ, അള്ളാഹു കൊടുത്തതിൽ മനുഷ്യൻ്റെ ശരീരം മനസ്സിലാക്കാനൊരവസരമുണ്ട്. എന്ന പോലെ പടച്ചതമ്പുരാനെ മനസ്സിലാക്കാനൊരവസരമുണ്ട് ഉമ്മയെ വാപ്പയെ തന്നതിൽ. അവരുടെ സ്നേഹം, അള്ളാഹുവിൻ്റെ ഹിൽമ്. അള്ളാഹു ഹലീമാണ്. വാതിലടച്ച് പുറത്താക്കിയാലും എൻ്റെ മോൻ തിരിച്ചു വരും. ആ മോൻ തിരിച്ചു വരാതിരുന്നാൽ ഉമ്മ കരയും, ഉമ്മ പൊട്ടിക്കരയും, ഉമ്മ ഉറങ്ങൂല. മോനെ പുറത്താക്കിയതാണ്, പക്ഷേ എൻ്റെ മോൻ തിരിച്ചു വരും, തിരിച്ചു വരണം. അള്ളാഹു മനുഷ്യരെ ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഒരു പിഞ്ചു കുഞ്ഞിനെ യുദ്ധക്കളത്തിൽ നഷ്ടമായ ഒരു ഉമ്മ ഓടി വന്ന് തൻ്റെ കുഞ്ഞിനെ കാണുകയും ആ കുഞ്ഞിനെ വാരിപ്പുണർന്ന് മണലിൽ കിടന്ന് ഉരുളുന്നത് കണ്ടപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബികളെ, ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലേക്കെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ തീയിലെറിയാനാ നബിയെ? കാണുന്നില്ലേ ആ ഉമ്മ ആ കുഞ്ഞിനെ കൊണ്ട് കാട്ടുന്നത്? ഇത്രമേൽ സ്നേഹം കാണിക്കുന്ന ഒരു ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനെ തീയിലെറിയാനോ വെള്ളത്തിലെറിയാൻ പോലും കഴിയില്ലല്ലോ നബിയെ എന്ന് നബി തങ്ങളോട് മറുപടി പറയുമ്പോൾ കാരുണ്യം പഠിപ്പിക്കാൻ വന്ന റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന എൻ്റെ ശരീരം ആരാണോ നിയന്ത്രിക്കുന്നത് അവനെ തന്നെയാണ് സത്യം. ലല്ലാഹു അർഹമു ബിഇബാദി, അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവനാണ്. മിൻ ഹാദിഹി ബിവലദിഹാ, ഈ പെണ്ണ് തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ഈ സ്നേഹത്തേക്കാൾ അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹമുണ്ട്.